ട്രിവാൻഡ്രമാണ് സഞ്ജു കളിച്ച് വളർന്ന സ്ഥലമാണ്. സഞ്ജു കളിച്ച് അതേ ഗ്രൗണ്ടിൽ കളിച്ച് പഠിച്ച ഒരുപാട് പിള്ളേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ തിരുവനന്തപുരത്തെ പിള്ളേരോട് സഞ്ജു സാംസന് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇത്രയും നല്ല ഇവന്റ് ഓർഗനൈസ് ചെയ്ത KC-ക്കും റെഡ് FM-നും താങ്ക്സ് പറയുന്നു. പിന്നെ ഇത്രയും ചെറുപ്പവും ചേട്ടന്മാരും മാമന്മാരും മാമികളും കൂടെ ഇരിപ്പുണ്ട് ദിവസം വലിയ സന്തോഷം എല്ലാവരും വന്നതിന്. താങ്ക് യു സോ മച്ച് ഫോർ ഷോയിങ് ഓൾ ദ സപ്പോർട്ട്. ഇത് റിയലി മീൻസ് എ ലോട്ട് ടു KCA ആൻഡ് ഇവിടെ കളിക്കുന്ന എല്ലാ പിള്ളേർക്കും ഇത് ഭയങ്കര വലിയ സപ്പോർട്ടാണ്. ഒരു ചെറിയൊരു മിനി IPL-ന്റെ ഫീലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ സപ്പോർട്ടും ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്ത എല്ലാ നാട്ടുകാർക്ക് വലിയ നന്ദി പറയുന്നു. പിന്നെ അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ടീം ഏത് രീതിയിൽ കുറേ ഒരു വെടിക്കെട്ടെന്ന് പറഞ്ഞ് സിജോ മോൻ ഏത് വെടിക്കെട്ടാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. പലവരും പല മസാല പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാനും കൂടെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അപ്പോഴല്ലേ അത് എപ്പോഴെപ്പോഴും അതെ പഞ്ച് ഡയലോഗ് ഉറപ്പായിട്ടും. നമ്മുടെ ഒരു കൊച്ചി ടീമാണെങ്കിലും ഒരു തിരുവനന്തപുരം സ്റ്റൈൽ തന്നെ കളിക്കല്ലേ. അതെ, ഒന്നും നോക്കാതെ ബോൾ നോക്കുക, വലിച്ചങ്ങ് അടിക്കുക. ഇതായിരിക്കും ഞങ്ങളുടെ മസാല, ഇതായിരിക്കും ഞങ്ങളുടെ റെസിപ്പി. ബട്ട് വെരി വെരി ഹാപ്പി ടു ബി ഓൺ ദിസ് സ്റ്റേജ്. താങ്ക് യു. ശരിക്കും ക്രിക്കറ്റിനെ പ്രണയിക്കുന്ന, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. സഞ്ജു വെറുതെ നമ്മുടെ ട്രിവാൻഡ്രം ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി ഇപ്പോൾ ഇത്രയും വലിയൊരു ടീമിന്റെ ഭാഗമായിട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ആസ്പയറിംഗ് ക്രിക്കറ്റേഴ്സിനോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ക്ലീശ ചോദ്യമാണ്, ബട്ട് സ്റ്റിൽ അവരത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. എന്തായിരിക്കും അവർ കുട്ടി ടിപ്പ് പറയാനുള്ളത്? താങ്ക്സ് ഫോർ എ ഗുഡ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, തൻ്റെ ഇടം തന്നെയാണ് കൂടുതൽ. നമ്മൾ ഒരു ക്രിക്കറ്ററായിട്ട് ഇന്ത്യൻ ടീമിലും കേരള ടീമിലും IPL ടീമിലും കളിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു തൻ്റെ ഇടമാണ്, ഒരു കോൺഫിഡൻസ് ആണ്. അത് നാട്ടുകാർ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ പലതും പറയും, കുറച്ച് അഹങ്കാരമായിപ്പോയി സഞ്ജു, പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ കുറച്ച് അഹങ്കാരമായിപ്പോയി എന്നൊക്കെ പലതും പറയും. പക്ഷേ ആ അഹങ്കാരം നിങ്ങൾ ഒരു ദിവസം നിങ്ങളെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു ദിവസം എത്തിക്കും. അതിനൊരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് ഇല്ലാതെ ഗ്രൗണ്ടിൽ ഇറക്കാൻ പാടില്ല. നമ്മൾ കോൺഫിഡൻസ് എറഗൻസ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഗ്രൗണ്ടിന്റെ പുറത്ത് ഇറങ്ങിയിട്ട് നമ്മൾ ഹംബിൾ ആയിരിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് അഹങ്കാരമല്ല, ഇത് പ്യുവർ കോൺഫിഡൻസ് ആണ്.